കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലക്ഷ്മിപ്രിയ ഉണ്ടെങ്കിൽ മീഡിയയ്ക്ക് മുമ്പ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാനുണ്ടെങ്കിൽ ഇതിന് ഏത് അറ്റം വരെ പോകുന്നതായിരിക്കും, അതിന് ഒരു മടിയും കാണിക്കത്തില്ല, അതോടെ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 കോടിയൊക്കെയാണ് ചോദിക്കുന്നതെന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് 10 കോടി അല്ലെങ്കിൽ 100 കോടിയോ ഇതേ കണക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിലൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഈ കേസിൽ തന്നെ ആണെങ്കിൽ 10 കോടിയാണ് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യം പറയുന്നെങ്കിൽ പോലും 1 കോടിയെങ്കിലും ഇവർ കെട്ടിവെക്കാതെ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല. ഇത്രയും ഒരു കാര്യത്തിന് വേണ്ടി 1 കോടി രൂപ തൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് 1 കോടി കൊടുത്ത് കേസ് പോകുമെന്നുള്ളത് തോന്നുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്ര ഒരു മണ്ടത്തരം കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇതുകൊണ്ടെങ്കിൽ സാധാരണ ഇത് ഇവർ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമുള്ളായിരുന്നു. ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു, അതുകൊണ്ട് ഈ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. അത് പല രീതിയിൽ ഇപ്പോൾ അൻസിബയ്ക്ക് ഇവിടെ ലക്ഷ്മിപ്രിയയുടെ ആണെങ്കിൽ അടുത്ത വേറൊരു സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ടിനി ടോമിൻ്റെ ഒരു വിഷയമുണ്ട്. അത് എന്തായിരുന്നാലും ശരി, അൻസിബ ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ ഉണ്ടെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്കുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് പരാതി, അതോടെ തന്നെ അതിനുവേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അതിനെ തുടർന്നാണ് ഇത് കണക്ക് ബാക്കിയുള്ള കേസുകളും കാര്യങ്ങൾക്കും പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ വന്നിട്ട് ഭയങ്കരമായിട്ട് തനിക്ക് ആരെയും പേടിയില്ല, ഞാൻ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണക്ക് 1 കോടിയൊക്കെ കെട്ടിവെച്ച് പോകുന്നുള്ള രീതിയിലുള്ള ഡൗട്ട് തന്നെയാണ്.